ഇതിലും ആ ഇന്റർവ്യൂ ഒരാളൊരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ എന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇതായിട്ട് വരിക, ന്യൂസ് ആയിട്ട് വരിക, പോസ്റ്റ് ആയിട്ട് വരിക. അതായത് വലിയ ലക്ഷത്തിലെഴുതാ 16 ഫോൺ തല്ലി പൊളിച്ചു. ഞാൻ ആരാടാ 16 ഫോണൊക്കെ തല്ലി പൊളിക്കുക? ഞങ്ങളോടൊക്കെ ചേട്ടൻ ഭയങ്കര അത് 16 ഫോൺ തല്ലി പൊളിക്കാൻ 16 ദിവസം വേണ്ടേ? ഇതിന് ഡാറ്റ മാറ്റണമെങ്കിൽ തന്നെ വേണ്ടേ? ഇത് ആകെ 10-40 ദിവസം ഷൂട്ടുള്ളൂ. ഒരു മര്യാദ വേണ്ടേ പറയുന്നതിനൊക്കെ? അല്ല, അങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന എന്റെ പ്രൊഡ്യൂസേഴ്സിനെ മുടക്കുക, എന്റെ സിനിമകളോട് കാണിക്കുന്ന ഒരു ഇത് എന്നെ ബാധിക്കുന്നതല്ലേ? എനിക്കിത് എന്നെ ഭയങ്കര. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ന്യൂസുകൾ നിങ്ങൾ അതിന്റെ അതോറിറ്റി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യൂ. ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തോ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാല് നമ്മളെ ബാധിക്കുകയാണ്. നമ്മളെ വിശ്വസിച്ച് ചെയ്യാൻ പടം വരുന്നവർക്ക് ഇയാളൊരു എന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനൊരു മോശം വ്യക്തിയാണ്, ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ ജോഷ് സാറായിട്ട് 3ാമത്തെ പടം ചെയ്യുമ്പോൾ ഞാൻ പ്രശ്നക്കാരാണ്. ഈ സാറ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെന്നെ വിളിക്കൂ. ഞാൻ 31 വർഷമായി 150 സിനിമകളോളം ഞാൻ അഭിനയിച്ചു. 11 പടത്തോളം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ എന്റെ പണി ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സൈഡിൽ കൂടെ നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ അല്ലെങ്കിൽ കൊടുത്തൊരു PR വർക്ക് നടത്തുകയോ അങ്ങനെ ഒന്നുമല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ വർക്ക് കണ്ടിട്ട് എനിക്ക് ജനങ്ങൾ തരുന്ന സപ്പോർട്ടിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് നന്ദിയുണ്ട് എനിക്ക്. അതാണോ ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇത് ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്തോ ഒരു വിഷയം ഉണ്ടാക്കാനോ ഒരു ന്യൂസ് വാല്യൂ കിട്ടാനോ ഒന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്റെ ഗതികേടാണ്. മനസ്സിലായില്ലേ? എനിക്ക് ചിരി ഒന്നുണ്ടാവും, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്കിതൊരു ന്യൂസ് മാത്രമാണ്. ഞാൻ പറയുന്നത് എന്റെ ഒരു ഗതികേടാണ്.